ഹലോ, ഇന്ന് നമുക്കൊരു ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കാം. പൂരിയുടെ കൂടെയൊക്കെ വരുന്ന പൂരി മസാല ഉണ്ടാക്കണം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളുണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസത്തിലാണ് അവരുണ്ടാക്കുന്നത്. നമ്മൾ ചേർക്കുന്ന ചില ഐറ്റംസ് അവർ ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കൊഴുപ്പിനൊക്കെ വേണ്ടിയിട്ട് പുതുതായിട്ട് കുറച്ച് ഐറ്റംസ് ചേർക്കും ചെയ്യും. അപ്പോൾ നമുക്ക് ആ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കാം, എന്താവും നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇത്രയും ഇട്ടിട്ട് ഒന്ന് നന്നായി ചോക്കിന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മുളകും കരിയാതെ നോക്കണം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചുവന്ന നിറാവും വേണം. എല്ലാം കൂടെ ഒന്നിച്ചിടരുത്. ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ശ്രദ്ധിച്ചാലാണ് കറി നന്നായിട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം ഒരു 3 പച്ചമുളക് കീറിയത് അതിലേക്ക് ഇടുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വാട്ടി എടുക്കുക. ഇതിൽ വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത്, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് ചുവപ്പ് നിറമൊന്നും ആവണ്ട, നന്നായി മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് സവോള ഒന്ന് വഴന്ന് നന്നായിട്ട് സോഫ്റ്റായാൽ മതി. നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറി വേറെ ടേസ്റ്റിലേക്ക് വരും. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് സോഫ്റ്റായാൽ മതി. ആ സോഫ്റ്റ് ആകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി അതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി. ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉള്ളി ഒന്ന് വെന്ത് വരണം. ഇത് നമ്മൾ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വഴന്ന് നന്നായിട്ട് വെന്ത് വരണം ഉള്ളി. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഈ സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് സവോള ഒന്ന് വെന്ത് വരുമ്പോൾ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചെടുത്തതും കൂടെ ചേർക്കുക. നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പേസ്റ്റ് രൂപത്തിലാക്കേണ്ട ആവശ്യമില്ല. ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ പാകത്തിനാണ് ആക്കേണ്ടത്. അതും കൂടെ ചേർത്തിട്ട് ഈ ചേരുവകളെല്ലാം കൂടെ ഒന്ന് തിളച്ച് വെന്ത് വരണം. ആ സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പും. നമ്മൾ ഹോട്ടലിലെ കറിയൊക്കെ ശ്രദ്ധിച്ചറിയാം, അതിങ്ങനെ നല്ലൊരു കുഴമ്പ് പാകത്തിനാണ് ഉണ്ടാവുക. നമ്മൾ വീട്ടിലങ്ങനെ വെക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലമാവ് ചേർക്കുന്നതാണ്. അപ്പോൾ അത് കടലമാവ് ചേർക്കാതെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഹോട്ടൽ ടേസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഓക്കെ.